പൊന്നാനി ISS ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പൊന്നാനി ISS ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീൻ ഇന്ത്യ യൂണിറ്റിന്റെയും ഹൈസ്കൂൾ വിഭാഗം സയൻസ് ക്ലബിന്റെയും വിമുക്തി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കമറുനിസ ക്ലാസിന് നേതൃത്വം നൽകി. ജീവിതത്തിൽ നിരാശ ബാധിക്കാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകണമെന്നും ലഹരിയോട് നോ പറഞ്ഞ് ജീവിതത്തെ വർണ്ണാഭമാക്കണമെന്നും കമറുനിസ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കാണ് മാറിയ സാഹചര്യത്തിൽ സമൂഹത്തെ മാറ്റിപ്പണിയാൻ സാധിക്കുകയെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഹെഡ്മിസ്ട്രസ് പി ഗീത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ടീൻ ഇന്ത്യ സ്കൂൾ കോർഡിനേറ്റർ VK സമീൽ സ്വാഗതവും വിദ്യാർത്ഥി പ്രതിനിധി ഖദീജ ഷെയ്ഖ നന്ദിയും പറഞ്ഞു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നെയ്ല യൂനുസ് ഖിറാഅത്ത് അവതരിപ്പിച്ചു. ഹൈസ്കൂൾ വിഭാഗം അക്കാദമിക് കൺവീനർ KH ഫൈസൽ, ഹൈസ്കൂൾ സയൻസ് വിഭാഗം അധ്യാപകരായ KC സ്നേഹിത, ഹർഷിത, PB ഷിബ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. വൈകിട്ടും പോയി വന്നിരുന്നത്. അപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ഈടുവഴിയുണ്ട്. അവിടെ ഒരു പഴയ തറവാടുണ്ട്. ആ തറവാട്ടിൽ എന്നും ഞാൻ 6:30 ട്രെയിനാ പോവാ. അപ്പൊ ആ സമയത്ത് ഒരു മുത്തശ്ശി ആ ഗേറ്റിന് അവിടെ എന്നും വന്ന് നിൽക്കും. എന്നും കറക്റ്റ് സമയത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. പോലീസ് സ്റ്റേഷൻ അറിയാലോ, നമുക്ക് അധികം നേരത്തെ പോകാനൊന്നും പറ്റില്ല. ട്രെയിൻ വരുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുന്നേ മാത്രമേ ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങാറുള്ളൂ. ആ ഓട്ടത്തിനിടയിൽ എന്നും ഇവരെ കാണും. അവരെന്നെ നോക്കിച്ചിരിക്കും, ഞാനും അവരെ നോക്കിച്ചിരിക്കും. ആ ഒരു പരിചയം അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടും അവർ ആ ഗേറ്റിന് മുന്നിൽ, കാരണം അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ പിന്നിലോ അല്ലെങ്കിൽ അവരുടെ കുട്ടികളോ ഒന്നുമില്ല, അവരൊറ്റയ്ക്കാണ് എപ്പോഴും നിൽക്കാറ്. അപ്പൊ ഒരു റിട്ടയർഡ് ടീച്ചറാണെന്ന് ആരോ പറഞ്ഞിട്ട് എനിക്കറിയാം. അപ്പോൾ ഇവര് 2 ദിവസം കാണാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആ വീട്ടിലെ ഒരു ആയമ്മേനെ 2 ദിവസമായിട്ട് കാണുന്നില്ല. നമുക്ക് ആ വീട് വരെ, എനിക്കിന്ന് നേരത്തെ പോകണം, ഞാൻ ആ വീട്ടിലൊന്ന് കയറും എന്ന് പറഞ്ഞു. സാർ പറഞ്ഞു ശരി പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ ആ വീടിന്റെ ഗേറ്റ് തുറന്നു കുറെ കൊട്ടി വിളിച്ചു, കാണുന്നില്ല. അങ്ങനെ നോക്കിയപ്പോ ബാത്റൂമിൽ നിന്ന് ഒരു സ്ത്രീ ഞരങ്ങുന്ന, നമ്മളിങ്ങനെ കൊട്ടുന്നതനുസരിച്ച് ഞരങ്ങുന്ന ശബ്ദം കേട്ടു. അങ്ങനെ ഞാൻ സാറിനെ വിവരം അറിയിച്ച് ഞങ്ങൾ വന്നിട്ട് വാതിൽ കുത്തിപ്പൊളിച്ച് വീടിനകത്ത് കയറി നോക്കുമ്പോഴാണ് ഈ സ്ത്രീ ബാത്റൂമിൽ തെന്നി തലയടിച്ച് വീണ് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് അവിടെ നിന്ന് നീക്കാനോ, ഫോൺ അടിക്കുന്ന അവരുടെ മക്കള് വിദേശത്താണ്, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ്. പക്ഷെ ഫോൺ അന്ന് ലാൻഡ് ഫോൺ ആണ്, എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. ഈ അടിച്ചു വാരുന്ന ഒരു ചേച്ചിയുണ്ട് ക്ലീൻ ചെയ്യാൻ. അവരിവര് ഇടയ്ക്ക് ഒരു അനിയത്തിയുടെ വീടുണ്ട്, അവിടേക്ക് പോവാറുണ്ട്. ഫോൺ ഇവർ കുറെ വിളിച്ചു, അവിടെ പോയിട്ടുണ്ടാവും ഈ സ്ത്രീയും വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആ സ്ത്രീനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി. ഇന്നും അവര് ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അതാണ് ഒരു ചിരി, ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ നമുക്ക് വെറും ഒന്നും നഷ്ടപ്പെടാനില്ല. അത് കൊടുക്കുക, മനുഷ്യരാവുക. നിങ്ങൾ ജ്വല്ലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ? എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ, അക്കൗണ്ട് സ്റ്റാഫ്, കാഷ്യർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, റിസപ്ഷൻ സ്റ്റാഫ്, സെയിൽസ് ട്രെയിനിങ്, മാർക്കറ്റിംഗ് സ്റ്റാഫ്, ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അട്രാക്റ്റീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഡോണ്ട് മിസ് ഇറ്റ്.